പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഗരം മസാലയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു മസാലയാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ സ്പെഷ്യൽ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അത് വേറെ, ഇത് വേറെ. അത് നമുക്ക് ഈ മസാല ചിലർക്കൊക്കെ കഴിക്കുമ്പോൾ വയറ്റിനകത്ത് ഇങ്ങനെ അതിൻ്റെ ഗ്യാസ് തികട്ടി വരികയൊക്കെ ചെയ്യില്ല. അതിന് വളരെ നല്ലതാണ് സ്പെഷ്യൽ ഗരം മസാല. ഇത് സാധാരണയായിട്ടുള്ള ഒരു ഗരം മസാലയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് മല്ലിയുണ്ട്, അത് കുരുമുളകുണ്ട്. കുരുമുളക് വൈറ്റ് ആയതുകൊണ്ട് കളർ എടുത്ത് കാണിക്കുന്നില്ല. അത് പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തേക്ക് ഇട്ടേക്കാം. പിന്നെ ഇതിനകത്ത് ഒരു പട്ട, ഇത്രയുള്ള ഇതുപോലത്തെ പട്ട 4 കൂട്ടം, അതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ചിടാം. അതുപോലെ 2 ജാതിക്ക എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കുത്തി പൊട്ടിച്ചിടണം. ബാക്കിയുള്ളതൊക്കെ ജാതിപത്രി, തക്കോലം, ഇതുപോലെയൊക്കെ ഇതുപോലെ ഫുള്ളായിട്ടുള്ളത് തക്കോലം ഒരു 4 എടുത്താൽ മതി. തക്കോലം അധികമായി പോകണ്ട. ഇതിപ്പോൾ ഇടയ്ക്ക് ചിലതൊക്കെ അടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഈ കറുത്ത ഏലക്ക ബഡി ഇലാച്ചി എന്ന് പറഞ്ഞാൽ അതും അത്യാവശ്യം ഇതിനകത്ത് ഇടാനായിട്ട്. പിന്നെ അല്പം പെരിഞ്ജീരകം, അപ്പോൾ ബേ ലീഫ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിക്കാം. ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് പതിയെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജാതിക്കായൊക്കെ ഒന്നങ്ങ് പൊട്ടിച്ചിട്ടു. ഇനി ഇല ഇതുപോലെ ബേ ലീഫ് ഒന്നങ്ങ് മുറിച്ചിട്ടു. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഗരം മസാലയുടെ ഇതൊക്കെ ഒന്ന് തണുത്ത് വരണം. സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തെന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:18 പ്രകാരം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവൃത്തികളും, കർത്താവ് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. അതിലൂടെ പിതാവായ ദൈവത്തെ ഈ ലോകത്തിലെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ക്രിസ്തുവിൻ്റെ ആ വചന അനുസരണത്തിലും നാം എല്ലാവരും ആയിത്തീരുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഗരം മസാലയൊക്കെ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട. എല്ലാം ഒന്ന് പൊടിയത്തക്ക രീതി നല്ലപോലെ അങ്ങ് ചൂടായാൽ മതി. അപ്പോൾ ഇതിനി ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്തിട്ട് പൊടിച്ചെടുക്കാൻ തണുത്തു. ഇനി നല്ലതായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ഗരം മസാല ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞു. മസാലകൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ എല്ലാം കഴുകി ഉണക്കി വെച്ചിരുന്ന് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വാങ്ങിക്കുന്ന ഗരം മസാലയിലും നല്ലത് നമ്മൾ തന്നെ പൊടിച്ചെടുക്കണതിനായിട്ട് രുചിയും ഗുണവും. പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഗരം മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനെ ഗരം മസാല ഉണ്ടാക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.